ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ടൈപ്സ് ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ്. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതായത് സാധാരണ രീതിയിൽ കമ്പനി ഒരുപാട് പ്രാവശ്യം, ചിലപ്പോൾ ഒരു വർഷത്തിൽ തന്നെ 5 6 അതിൽ കൂടുതൽ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, പബ്ലിക്കിൽ നിന്ന് പബ്ലിക്കിന് ഷെയറുകളോ ഡിബഞ്ചറുകളൊക്കെ ഇഷ്യൂ ചെയ്യാം. അതായത് പബ്ലിക്കിൽ നിന്ന് ഫണ്ടുകൾ റേസ് ചെയ്യാം. ഇങ്ങനെ ഓരോ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും സാധാരണ രീതിയിൽ എന്ത് ചെയ്യണം, ഓരോ തവണയും ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ഓരോ തവണയും എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അതായത് ഓരോ തവണ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത്, പബ്ലിക്കിനോട് ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചറോ വാങ്ങാൻ വേണ്ടി പറയുന്ന സമയത്തും ഓരോ പ്രാവശ്യവും പ്രത്യേകം പ്രോസ്പെക്ടസ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യണം. അതായത് ഇപ്പോൾ ഇന്ന് പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കാം. പിന്നെ അത് കഴിഞ്ഞു, പബ്ലിക് ഷെയറുകളൊക്കെ വാങ്ങി, പിന്നെ അത് ക്ലോസ് ചെയ്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും കമ്പനിയുടെ ഷെയർ, കമ്പനിക്ക് പണം ആവശ്യമായ സമയത്ത് കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ഓരോ തവണയും പബ്ലിക്കിനെ ഷെയറോ ഡിബഞ്ചറോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തും ഓരോ സമയത്തും പ്രോസ്പെക്ടസ് ഇങ്ങനെ ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് വ്യത്യാസമായി കമ്പനീസ് ആക്ട് പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പ്രോസ്പെക്ടസ് ആണ് എന്ത്, ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 2013 കമ്പനീസ് ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ഈ ഷെൽഫ് പ്രോസ്പെക്ടസിൽ പറയുന്നത്, ഇങ്ങനെ കമ്പനി ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഷെയറോ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രത്യേകം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി. ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ, ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, 2 അതിലധികമോ ഷെയറുകളുടെ ഇഷ്യൂ നടത്താം. ഓക്കെ, 2 അതിലധികമോ തവണ ഷെയർ എന്ത് ചെയ്യാം, പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം. ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു നിശ്ചിത കാലം വരെ. സാധാരണ ഈ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്ത്, പബ്ലിക്കിനെ ഷെയർ വാങ്ങാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. ആദ്യമായിട്ട് ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റത്തെ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി നടക്കുന്നത് ഇന്നാണെന്ന് കരുതിക്കോ. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് തൊട്ട് അടുത്ത ഇതേ ഡേറ്റ് വരെ, 1 വർഷം വരെ, ഈ 1 വർഷം വരെയുള്ള കാലാവധിൻ്റെ ഇടയിൽ കമ്പനിക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കമ്പനിക്ക് എന്ത് ചെയ്യാം, ഷെയറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, പ്രത്യേകം പ്രോസ്പെക്ടസ് ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പ്രോസ്പെക്ടസിനാണ് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. അതായത് ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് ഒരു നിശ്ചിത കാലം വരെ എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാം. ഓക്കെ, പ്രത്യേകം ഓരോ തവണയും പ്രത്യേകം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഷെൽഫ് പ്രോസ്പെക്ടസായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫർമേഷൻ മെമ്മറാണ്ടം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിവിടെ പറഞ്ഞു, പ്രത്യേകം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, പകരം ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ കാലാവധി 1 വർഷമാണെന്ന് പറഞ്ഞു. ഈ 1 വർഷത്തിൻ്റെ ഇടയിൽ കമ്പനിയിൽ എന്തെങ്കിലും പ്രത്യേക മാറ്റങ്ങൾ വന്നാൽ, കാരണം നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ 1 വർഷം എത്ര തവണ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുമ്പോഴും സെയിം പ്രോസ്പെക്ടസ് ആണ് ഇഷ്യൂ ചെയ്യുക. പക്ഷേ ചിലപ്പോൾ ചില കമ്പനിയിൽ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനിലോ കമ്പനി ഈടാക്കുന്ന എന്തെങ്കിലും ചാർജുകളിലൊക്കെ എന്ത് ചെയ്യാം, എന്തെങ്കിലും ചേഞ്ചസ് വരാം. അത്തരം ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ചേഞ്ചസിനെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് എന്നത് അറിയിച്ചുകൊണ്ട് കമ്പനിയുടെ രജിസ്ട്രാറുടെ മുന്നിൽ ഒരു ഇൻഫർമേഷൻ മെമ്മറാണ്ടം സമർപ്പിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. കമ്പനി ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ആ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനി പബ്ലിക്കിൽ നിന്ന് ഷെയർ ഇഷ്യൂ ചെയ്തു. ഓക്കെ, അങ്ങനെ അത് ക്ലോസ് ചെയ്തു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം ഇതേ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പനി എന്ത് ചെയ്യാണ്, വീണ്ടും പബ്ലിക്കിൽ നിന്ന് ഷെയർ ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ,
പക്ഷേ ഈ 2 മാസത്തിൻ്റെ ഇടയിൽ കമ്പനിയിൽ എന്തെങ്കിലും പ്രത്യേക മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനിലോ മറ്റു കാര്യങ്ങളിലോ എന്തെങ്കിലും പ്രത്യേക മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റം എന്താണെന്ന് പ്രത്യേകം കാണിച്ചുകൊണ്ടുള്ള ഒരു ഇൻഫർമേഷൻ മെമ്മറാണ്ടവും രജിസ്ട്രാറുടെ മുന്നിൽ സമർപ്പിക്കണം. ഓക്കെ. എന്നിട്ട് ആ ഇൻഫർമേഷൻ മെമ്മറാണ്ടം കൂടി എന്ത് ചെയ്യണം, ഈ ഒരു സെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടത്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, കമ്പനിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യൂല, പബ്ലിക് അറിയില്ല. ഓക്കെ. കാരണം എപ്പോഴും ഈ സെൽഫ് പ്രോസ്പെക്ടസ് തന്നെയാണല്ലോ ഓരോ പ്രാവശ്യവും ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് കമ്പനിയിൽ വരുന്ന മാറ്റങ്ങൾ അറിയില്ല. അപ്പോൾ ഈ മാറ്റങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ മെമ്മറാണ്ടം എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഇൻഫർമേഷൻ മെമ്മറാണ്ടം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിയിൽ വരുന്ന ചേഞ്ചസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ വാങ്ങിയ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഷെയർ വാങ്ങാനുള്ള അവരുടെ അപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, അവർക്ക് പിൻവലിക്കാം. ഓക്കെ. രണ്ടാമത്തതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഹാവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ദി ടൈൽസ് ആൻഡ് ഓൺ ദി റേറ്റ്സ് ആൻഡ് ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റീസ്. ടൈൽസ് എന്നല്ല വരുന്നത്, ഓൺ ദി പ്രൈസ് എന്നാണ്. ഓക്കെ. ഓൺ ദി പ്രൈസ് ആൻഡ് ദി ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റീസ് ഓഫേർഡ്. അതായത് സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ പ്രോസ്പെക്ടസിൽ കൃത്യമായ രീതിയിൽ കമ്പനിയുടെ ഷെയറിൻ്റെ വില എത്ര ഷെയറാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് കാണിക്കണം. ഓക്കെ. അങ്ങനെ കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ കമ്പനിക്ക് ഒരു പ്രശ്നം നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയാൻ, കമ്പനി കൊടുത്തത് പ്രോസ്പെക്ടസിൽ 100 രൂപയാണെന്ന് കരുതിക്കോ, ഷെയറിൻ്റെ വില 100 രൂപയാണ്. അങ്ങനെ പ്രോസ്പെക്ടസിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 100 രൂപയ്ക്കേ കമ്പനിക്ക് ഷെയർ വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പക്ഷെ ചില സമയത്ത് എന്ത് ചെയ്യാം, ഈ കമ്പനിയുടെ ഷെയർ നല്ല ഷെയർ ആണെന്ന് തോന്നിയാൽ പബ്ലിക്ക് 100 രൂപയിൽ കൂടുതൽ കമ്പനിക്ക് പണം കൊടുക്കാൻ ചിലപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ചിലപ്പോൾ 200 രൂപ കൊടുത്തിട്ട് കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ചിലപ്പോൾ പബ്ലിക് റെഡി ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് 200 രൂപ പബ്ലിക്കിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. കാരണം പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള വില 100 രൂപയാണ്. അപ്പോൾ ഇത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു നഷ്ടമാണ്. കാരണം കമ്പനിക്ക് എന്ത് ചെയ്യാം, പബ്ലിക് അതിലേറെ പണം കൊടുക്കാൻ റെഡി ആയിട്ട് പോലും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും പണം വാങ്ങാൻ പറ്റില്ല. അപ്പം ഇതിന് പകരമായിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. അതായത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസും എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നും കൃത്യമായി കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അത്തരത്തിലുള്ള പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. പക്ഷേ പകരം എന്ത് ചെയ്യുക, കമ്പനി ഒരു നിശ്ചിത റേറ്റിൻ്റെ ഒരു ഗ്യാപ്പ് സമർപ്പിക്കും. അതായത് ഈ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ കമ്പനിയുടെ ഒരു മിനിമം പ്രൈസും ഒരു മാക്സിമം പ്രൈസും പിന്നെ ഫിക്സ് ചെയ്യും. അതായത് ഇപ്പോൾ മിനിമം പ്രൈസ് 100, ഷെയറിൻ്റെ മിനിമം പ്രൈസ് 100, മാക്സിമം പ്രൈസ് ഒരു 300 എന്ന് അങ്ങനെ ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിനിടയിലുള്ള വിലയിൽ പബ്ലിക് എത്ര വിലയാണോ തരാൻ റെഡിയുള്ളത് ആ വിലക്ക് എന്ത് ചെയ്യും, കമ്പനി ഇഷ്യൂ ചെയ്യും. ഓക്കെ. അപ്പോൾ കൃത്യമായിട്ട് ഇത്ര രൂപ എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അത്തരത്തിലുള്ള പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അടുത്തൊരു ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീ ഓഫ് പ്രോസ്പെക്ടസ്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ, ഇഫ് ദ പ്രൊമോട്ടേഴ്സ് ആർ കോൺഫിഡൻറ്റ് ഓഫ് റൈസിംഗ് ദ റിക്വയർഡ് ക്യാപിറ്റൽ പ്രൈവറ്റ്ലി ഫ്രം ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്, ഇറ്റ് നീഡ് നോട്ട് ദ ഇഷ്യൂ എ പ്രോസ്പെക്ടസ്. ഇൻ സച്ച് കേസസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീ ഓഫ് പ്രോസ്പെക്ടസ് മേ ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനി. അതായത് പബ്ലിക് കമ്പനി സാധാരണയായിട്ട് നിങ്ങൾക്കറിയാം പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യും. ഇങ്ങനെ റൈസ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക്, അതായത് കമ്പനിക്ക് പ്രൈവറ്റായിട്ട്, അതായത് കമ്പനിയായിട്ട് അടുത്തുള്ള ഫ്രണ്ട്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നൊക്കെ മാത്രമായിട്ട് തന്നെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയുന്ന കമ്പനിക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം രജിസ്ട്രാറുടെ മുന്നിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലീ ഓഫ് പ്രോസ്പെക്ടസ് എന്നുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് എന്ത് ചെയ്യേണ്ടത്, രജിസ്ട്രാറുടെ മുന്നിൽ സമർപ്പിക്കേണ്ടത്. എപ്പം പബ്ലിക്കിൽ നിന്ന്, അതായത് ജനറൽ പബ്ലിക്കിൽ നിന്നല്ലാതെ കമ്പനിയുടെ റിലേറ്റീവ്സിൽ നിന്നോ അതല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നൊക്കെ മാത്രമാണ് മുഴുവൻ പണവും കമ്പനി റൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ റൈസ് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ
കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം സ്റ്റേറ്റ്മെൻറ്റ് ലീ ഓഫ് പ്രോസ്പെക്ടസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. അടുത്ത ടൈപ്പാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. ഡീംഡ് പ്രോസ്പെക്ടസിൽ പറയുന്നത് ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ആദ്യം പറയുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഡീംഡ് പ്രോസ്പെക്ടസ് ആണ്. ഡീംഡ് പ്രോസ്പെക്ടസിൽ പറയുന്നത് വെൻ എനി കമ്പനി ടു ഓഫർ സെക്യൂരിറ്റീസ് ഫോർ സെയിൽ ടു ദ പബ്ലിക് allots or agrees to allot securities, the document will be considered as deemed prospectus through which the offer is made to a public for sale. അതായത് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കമ്പനി പബ്ലിക്കിന് ഷെയർ വിൽക്കാൻ അല്ലെങ്കിൽ അലോട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ഡോക്യുമെൻ്റാണോ കമ്പനി പബ്ലിക്കിന് അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ടാണോ കമ്പനി പബ്ലിക്കിൽ നിന്ന് ഷെയറുകൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ടാണോ കമ്പനി പബ്ലിക്കിന് ഷെയർ അലോട്ട് ചെയ്യുന്നത്, ആ എല്ലാ ഡോക്യുമെൻറ്റുകളും എന്തായിട്ട് കൺസിഡർ ചെയ്യും? പ്രോസ്പെക്ടസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അത്തരം പ്രോസ്പെക്ടസ് ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ എന്ത് പറയുക? ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഓക്കെ, അപ്പം കമ്പനിയുടെ ഷെയർ പിന്നെ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചറായിട്ട് ബന്ധപ്പെട്ട് കമ്പനി പബ്ലിക്കിന് നൽകുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളെയും എന്ത് പറയാം? നമ്മൾ എന്ത് പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കും? പ്രോസ്പെക്ടസ് ആയിട്ട് ഡീം ചെയ്യും. അതിനാണ് നമ്മൾ ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ചിലപ്പോൾ കമ്പനി ഡയറക്റ്റായിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം കമ്പനിയുടെ ഷെയർ എന്ത് ചെയ്യും? കമ്പനി ചിലപ്പം ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കും. മുഴുവൻ ഷെയറും കമ്പനിയുടെ ഒരു ഏജൻറ്റിനെ ഏൽപ്പിക്കും. ഓക്കെ, എന്നിട്ട് ചിലപ്പം ആ ഏജൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? പബ്ലിക്കിന് കമ്പനിയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക. അത്തരം കേസിലാണെങ്കിൽ ഇങ്ങനെ ഈ ഏജൻറ്റ് കമ്പനിയുടെ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഏജൻറ്റ് എന്തൊക്കെ ഡോക്യുമെൻ്റാണോ പബ്ലിക്കിന് സമർപ്പിക്കുന്നത് അതെല്ലാം തന്നെ എന്ത് ചെയ്യും? ഡോക്യുമെൻ്റായിട്ട് ഡീംഡ് ഡോക്യുമെൻ്റായിട്ട് കൺസിഡർ ചെയ്യും. അതായത് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് കൺസിഡർ ചെയ്യും. കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഓക്കെ, അടുത്തത് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെമ്മറാൻഡം കണ്ടെയ്നിങ് ഓൾ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി പ്രോസ്പെക്ടസ് ആസ് സ്പെസിഫൈഡ് ബൈ ദി സെബി. This type of prospectus include all information in brief which gives a summary to the investor to make a further decision. അതായത് സാധാരണയായി പ്രോസ്പെക്ടസിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ഇൻഫർമേഷനും വേണമെന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് കമ്പനിയെ സഹായിക്കുന്നത്, അതായത് മുഴുവൻ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിൽ നിന്നും കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 33 സബ്സെക്ഷൻ 1 പ്രകാരം വന്നിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. ഇതിൽ പറയുന്നത് കമ്പനി മുഴുവൻ ഇൻഫർമേഷനും ഈ പ്രോസ്പെക്ടസിൽ കൊടുക്കേണ്ടതില്ല. പക്ഷേ കമ്പനിയുടെ മെമ്മറാൻഡത്തിൽ പറയുന്ന അല്ലെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ പറയുന്ന, മെമ്മറാൻഡത്തിലല്ല കമ്പനീസ് ആക്റ്റിൽ പറയുന്ന ചില സൈലൻ്റ് ഫീച്ചേഴ്സുകളുണ്ട്, പ്രധാനപ്പെട്ട ഫീച്ചറുകളുണ്ട്. പ്രോസ്പെക്ടസായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും വരേണ്ട ചില ഫീച്ചറുകൾ കമ്പനീസ് ആക്റ്റിൽ പറയുന്നുണ്ട്. ഈ ഫീച്ചറുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ് ആണ് എന്ത്? അബ്രിഡ്ജ് പ്രോസ്പെക്ടസ്. അതായത് അതിൽ മുഴുവൻ ഇൻഫർമേഷനും ഉണ്ടാവില്ല, പക്ഷെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനൊക്കെ എന്തുണ്ടാവും? അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, ആ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഏതൊക്കെയാണെന്ന് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി പറഞ്ഞിട്ടുണ്ട്. ആ സെബിയുടെ ഗൈഡ് ലൈൻ പ്രകാരമുള്ള സൈലൻറ്റ് ഫീച്ചേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോസ്പെക്ടസ് ആണ് എന്ത്? പിന്നെ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് വളരെയധികം ഉപകാരപ്രദമാകും. കാരണം എന്താ? ഇതിൽ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു സമ്മറി പ്രോസ്പെക്ടസ് ആണ്. ഓക്കെ, അതായത് ബ്രീഫായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മാത്രമുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രോസ്പെക്ടസ് ഉപയോഗിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തത് കണ്ടൻസ് ഓഫ് ദി പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻറ്റ്, പ്രോസ്പെക്ടസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കണ്ടൻറ്റ് ഓഫ് പ്രോസ്പെക്ടസ്. അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. 8 പോയിൻ്റ് ഉണ്ട്, ഇതൊക്കെ വായിച്ച് നോക്കുക. ഓക്കെ, അടുത്തത് ലയബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? മിസ്സ്റ്റേറ്റ്മെൻറ്റ് സംഭവിക്കാം, തെറ്റായി സംഭവിക്കാം. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ പ്രോസ്പെക്ടസിൽ തെറ്റുകൾ സംഭവിക്കാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനിക്കുണ്ടാകുന്ന ലയബിലിറ്റികൾ, ബാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
A prospectus is an invitation to the public to subscribe shares and debentures. Therefore, if the prospectus contain any untrue statement or misrepresentation of fact, the contract is violated. The act imposes both civil and criminal liability. അതായത് നമുക്കറിയാം പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയറുകളും ഡിബഞ്ചറും സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി പബ്ലിക്കിന് നൽകുന്ന പബ്ലിക്കിന് അയക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ആണെന്ത് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അപ്പോൾ ഈ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഈ കമ്പനിയും ജനറൽ പബ്ലിക്കും തമ്മിലൊരു കോൺട്രാക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ, ഓക്കെ, ഒരു അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ കോൺട്രാക്റ്റ് എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ യഥാർത്ഥ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ളതാണെങ്കിൽ, യഥാർത്ഥത്തിൽ സംഭവിച്ചത് വേറെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത് വേറെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെ മിസ്റ്റേറ്റ്മെൻറ്റ് സംഭവിച്ചാൽ അവിടെ കമ്പനിയുടെ മേൽ പ്രധാനമായിട്ട് 2 ലയബിലിറ്റികളാണ് ക്രിയേറ്റ് ചെയ്യുക. സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും കമ്പനിയുടെ മേൽ ചുമത്തപ്പെടും. ഓക്കെ, അപ്പം അടുത്തത് പറയാൻ പോകുന്നത് പേഴ്സൺ ലാബിൾ ഫോർ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ വരുന്ന മിസ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെ വ്യക്തിയുടെ പേരിലാണ് ബാധ്യതയുള്ളത്, ആർക്കൊക്കെയാണ് ഇതിൻ്റെ ലാബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരിക, ആരൊക്കെയാണ് കമ്പനിയുടെ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസിന് കാരണമായ വ്യക്തികൾ, ആർക്കൊക്കെയാണ് ഇതിൻ്റെ കോടതിയുടെ ഭാഗത്ത് നിയമപരമായിട്ടുള്ള നടപടികൾ ആരൊക്കെയാണ് നേരിടേണ്ടി വരിക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്ന്, എവറി പേഴ്സൺ ഹൂ ഈസ് ഡയറക്ടർ ഓഫ് ദ കമ്പനി അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണോ ഡയറക്ടേഴ്സ്, ആരാണോ ഡയറക്ടർ, അവരാണ് ഒന്നാമത്തെ വ്യക്തി. പിന്നെ എവറി പേഴ്സൺ ഹു ഹാസ് ഓതറൈസ്ഡ് ടു ബി നെയ്മഡ് ഓർ ഈസ് നെയ്മഡ് ആസ് ദ ഡയറക്ടർ ഇൻ ദ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസിൽ ആരുടെ പേരാണോ ഡയറക്ടറായിട്ട്, ആരുടെ പേരാണോ പ്രോസ്പെക്ടസിൽ ചേർത്തപ്പെട്ടിട്ടുള്ളത് ആ വ്യക്തി. രണ്ടാമത്തത് എവറി പേഴ്സൺ ഹൂ ഈസ് പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി. അടുത്തത് എവറി പേഴ്സൺ ഹു ഹാസ് ഓതറൈസ്ഡ് ദ ഇഷ്യൂ ഓഫ് ദി പ്രോസ്പെക്ടസ്. അതേപോലെ കമ്പനിയുടെ പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വ്യക്തികളും ആരൊക്കെയാണോ ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസുമായിട്ട് ഏതൊക്കെ വ്യക്തികളാണോ ഡീൽ ചെയ്തിട്ടുള്ളത് ആ വ്യക്തികളൊക്കെ. അപ്പോൾ ഇവരൊക്കെയാണ് എന്ത്, ഈ കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ വന്നിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റിന് ബാധിതപ്പെട്ട ആളുകൾ ഇവരൊക്കെയാണ്. ഓക്കെ, ഇനി റെമഡീസ് ഫോർ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ പ്രോസ്പെക്ടസ്. ഇങ്ങനെ പ്രോസ്പെക്ടസിൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ പരാതിപ്പെട്ടാൽ എന്തൊക്കെ പരിഹാരമാണ് നമുക്ക് കിട്ടുക, റെമഡീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ട് 2 ടൈപ്പ് റെമഡീസാണ് ഉണ്ടാകുക. ഒന്ന് റെമഡീസ് അഗെയിൻസ്റ്റ് ദ കമ്പനി, മറ്റൊന്ന് റെമഡീസ് അഗെയിൻസ്റ്റ് ദ ഡയറക്ടർ, പ്രൊമോട്ടർ ആൻഡ് എക്സ്പെർട്ട്. ഓക്കെ, അല്ല ഒന്നാമത് റെമഡീസ് അഗെയിൻസ്റ്റ് ദ കമ്പനിയാണ്. കമ്പനിയുടെ ഭാഗത്തിൽ നിന്നുള്ള പരിഹാരം എന്തൊക്കെയാണ് കിട്ടുക, അല്ലെങ്കിൽ കമ്പനിക്കെതിരെയുള്ള നമ്മൾ പരാതിപ്പെടുമ്പം കമ്പനിയുടെ ഭാഗത്തിൽ നിന്നുള്ള എന്തൊക്കെ പരിഹാരമാണ് വരിക. ഒന്ന്, റിസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റാണ് ക്യാൻസൽ ചെയ്യപ്പെടും. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ തന്നെ ജനറൽ പബ്ലിക്കും കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, പ്രോസ്പെക്ടസിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കോൺട്രാക്റ്റാണ് ക്യാൻസൽ ചെയ്യപ്പെടും. കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുക, കോൺട്രാക്റ്റ് വോയിഡ് ആവും, ഇൻവാലിഡ് ആവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള ഷെയറുകൾ എന്ത് ചെയ്യാം, കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള പൈസ കമ്പനിയിൽ നിന്ന് തിരിച്ചു വാങ്ങാം. കാരണം കോൺട്രാക്റ്റ് എന്തായി, വോയിഡായി. പിന്നെ രണ്ടാമത് വരുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്ന് രണ്ടാമതാണ് ആക്ഷൻ ഫോർ ഡാമേജസ് അഗെയിൻസ്റ്റ് എ ഫ്രോഡ്. നമുക്ക് ഈ കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ മിസ്റ്റേറ്റ്മെൻറ്റ് വന്നത് കാരണം നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ നഷ്ടത്തിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാരം കമ്പനിയിൽ നിന്ന് നമുക്ക് ഈടാക്കാം. പിന്നെ രണ്ടാമത് റെമഡീസ് അഗെയിൻസ്റ്റ് ദ ഡയറക്ടർ, പ്രൊമോട്ടേഴ്സ് ആൻഡ് എക്സ്പെർട്ട്. ഡയറക്ടർക്കും കമ്പനിയുടെ ഡയറക്ടർ, പ്രൊമോട്ടർ, എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോസ്പെക്ടസിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള മറ്റു ആളുകൾ, ഇവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, റെമഡീസ് കൈപ്പറ്റാം. അതായത് ആരൊക്കെയാണോ നമ്മുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണോ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് എക്സ്പെർട്ടുകൾ ആരൊക്കെയാണോ അവർക്കെതിരെ നമുക്ക് പരാതിപ്പെടാം. അവരിൽ നിന്ന് നമുക്ക് നഷ്ടപരിഹാരം ഈടാക്കാം. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് ലയബിലിറ്റീസ് ഫോർ മിസ്റ്റേറ്റ്മെൻറ്റ്. കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ ഇങ്ങനെ മിസ്റ്റേറ്റ്മെൻറ്റ് സംഭവിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രധാനമായിട്ട് 2 ലയബിലിറ്റിയാണ് സംഭവിക്കുക. ഒന്ന് സിവിൽ ലയബിലിറ്റിയും മറ്റൊന്ന് ക്രിമിനൽ ലയബിലിറ്റിയും.
എന്താണ് സിവിൽ ലയബിലിറ്റി? അണ്ടർ സെക്ഷൻ 35 ഓഫ് ദി കമ്പനീസ് ആക്ട്, ഇഫ് എ പേഴ്സൺ പർച്ചേസ് എനി സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഓൺ ദി ഫെയ്ത്ത് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ഇൻ ദിസ് പ്രോസ്പെക്ടസ് ആർ ആൻഡ് thereby suffers any damage or loss, the company and every person responsible for this shall be liable to pay compensation to every person who sustained such loss or damage. അതായത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 35 പ്രകാരം പറയുന്നത്, കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രോസ്പെക്ടസിനെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വിശ്വസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ കമ്പനിയുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ വാങ്ങുകയും അതിൽ വന്നിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം പ്രോസ്പെക്ടസിൽ സംഭവിച്ചിട്ടുള്ള മിസ്സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അവർക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്താൽ അവർക്ക് അങ്ങനെ വന്നിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം അവർക്ക് അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ കമ്പനിയും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളും ബാധ്യസ്ഥരാണ്. കമ്പനി അല്ലെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ, അതായത് ഡയറക്ടർ, പ്രൊമോട്ടർ പോലെയുള്ള വ്യക്തികൾ ബാധ്യസ്ഥരാണ്. കാരണം എന്താണ്? പ്രോസ്പെക്ടസിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഈ മിസ്സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്തു? നഷ്ടം സംഭവിച്ചു. അപ്പോൾ ആ നഷ്ടത്തിന് കോമ്പൻസേഷൻ കൊടുക്കാൻ കമ്പനിയും അല്ലെങ്കിൽ ഇതുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളും ബാധ്യസ്ഥരാണ്. അതാണ് സിവിൽ ലയബിലിറ്റി. രണ്ടാമത്തെ ക്രിമിനൽ ലയബിലിറ്റിയാണ്. ക്രിമിനൽ ലയബിലിറ്റി പറയുന്നത് സെക്ഷൻ 34 സ്റ്റേറ്റ് ദാറ്റ് കമ്പനി ആക്ട് സെക്ഷൻ 34 പറയുന്നത് വേർ എ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ് ഇൻക്ലൂഡ് എനി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് അൺട്രൂ. നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവറി പേഴ്സൺ ഹു ഓതറൈസ് ദ ഇഷ്യൂ ഓഫ് സച്ച് പ്രോസ്പെക്ടസ് ഷാൾ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസ്മെൻറ്റ് ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 6 months but which may be extended to 10 years and shall also liable to fine which shall not be less than the amount involved in the fraud but which may be extended to 3 times. അതായത് സെക്ഷൻ 34 പറയുന്നത് ക്രിമിനൽ ലയബിലിറ്റിയെ കുറിച്ചാണ്. അതായത് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് വരാൻ കാരണക്കാരായ വ്യക്തികൾ, അതായത് കമ്പനിയുടെ പ്രോസ്പെക്ടസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവർ 6 മാസത്തിൽ കുറയാത്ത ഇംപ്രിസ്മെൻറ്റിന്, അതായത് ജയിൽവാസം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ചിലപ്പോൾ അത് 10 മാസം വരെ 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. 6 മാസം മുതൽ 10 വർഷം വരെയുള്ള ഇംപ്രിസ്മെൻറ്റ് കിട്ടാൻ അവർ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഫൈനും ഉണ്ടാകും. എത്രയാണോ ഈ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എത്രയാണോ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് ആ നഷ്ടം കൊടുക്കാനോ അല്ലെങ്കിൽ ആ നഷ്ടത്തിൻ്റെ 3 ഇരട്ടിയൊക്കെ ഫൈൻ ലഭിക്കാനോ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ക്രിമിനൽ ലയബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 2 ലയബിലിറ്റികളാണ് ഉണ്ടാകുന്നത്, ക്രിമിനൽ ലയബിലിറ്റിയും സിവിൽ ലയബിലിറ്റിയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.